ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 17-ാം തീയതിയാണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 25,111 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. 100 പോയിൻറ്റോളം ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ IT ഇൻഡെക്സ് വളരെ വലിയ രീതിയിൽ ഡൗണിലേക്ക് പോയിരിക്കുന്ന ഒരു ഇൻഡെക്സ് തന്നെയാണ് IT എന്ന്. 522 പോയിൻറ്റോളം ഡൗണിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റിവിറ്റി കണ്ടെങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ട് ഡൗണിലേക്ക് വന്നിരിക്കുന്നത്. ബാങ്ക് നോക്കുമ്പോൾ 57,000 എന്ന് പറയുന്ന ആ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് 56,828 ഇന്ന് ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത്. 340 പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഡൗണിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് FMCG ഇൻഡെക്സ് നോക്കുമ്പോൾ FMCG ഇന്ന് 157 പോയിൻറ്റുകൾ പോസിറ്റീവിലാണ്. എനർജി പോസിറ്റീവിലാണ് നിൽക്കുന്നത്. മറ്റൊന്ന് ഓട്ടോയാണ്. ഓട്ടോ 8 പോയിൻറ്റോളം നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നെഗറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ നിഫ്റ്റിയിൽ ഇന്ന് 31 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ആവുകയാണ് ചെയ്തിരിക്കുന്നത്, ഡൗണിലേക്ക് പോവുകയും 19 സ്റ്റോക്കുകൾ മാത്രമാണ് ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിൽ ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ, മാർക്കറ്റ് ഡൗൺ പോയെങ്കിൽ പോലും ഗെയിനേഴ്സ് ആയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ എന്ന് പറയുന്ന സ്റ്റോക്ക് ഗെയിൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലും ഇന്ന് ഗെയിനിലേക്ക് വന്നിട്ട് ഹിൻഡാൽകോ, M&M, ട്രിഡൻറ്റ് ഈ സ്റ്റോക്കുകളൊക്കെ ഇന്ന് ഗെയിനിലേക്ക് വന്നിരിക്കുന്നതാണ്. മാർക്കറ്റിൽ നിന്ന് പ്രധാനമായിട്ടും ഡൗണിലേക്ക് പോയപ്പോൾ ഡൗൺ കോൺട്രിബ്യൂഷൻ കൂടുതലായിട്ട് കൊടുത്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, HDFC ബാങ്ക്, അതുപോലെ ICICI, റിലയൻസ് ഈ സ്റ്റോക്കുകളൊക്കെ പ്രധാനമായിട്ടും ഡൗൺ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. അതിൽ ലോ സൈഡ്സിലേക്ക് നിൽക്കുന്ന മെയിൻ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടെക് മഹേന്ദ്ര, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇൻഫോസിസ്, വിപ്രോ, അതുപോലെ SBI ലൈഫ് എന്ന് പറയുന്ന സ്റ്റോക്കുകൾ ഇന്ന് ഡൗണിലേക്ക് വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. പ്രധാനമായിട്ടും US ഇന്ത്യ വ്യാപാര കരാർ തന്നെയാണ് മാർക്കറ്റിലെ ഒരു അനിശ്ചിതത്വത്തിന് കാരണമായിട്ടുള്ളത്. മറ്റൊന്ന് ക്വാർട്ടർലി റിസൾട്ടുകളാണ്. ഈ റിസൾട്ടുകൾ അനുസരിച്ച് മാർക്കറ്റ് അതിൻ്റെ ഒരു ദിശയിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് അരവിന്ദ് ഫാഷൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് 7% അപ്പോയിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ PNB ഇൻഫ്രാടെച്ച് ആ സ്റ്റോക്ക് 2% മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ സോന BLC എന്ന് പറയുന്ന സ്റ്റോക്ക് ഇന്ന് 6% അപ്പിലേക്ക് പോയിട്ടുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഡൗൺ ആണ്, 9 രൂപ ഡൗൺ പോയിട്ടുണ്ട്. അതുപോലെ HDFC, കൊടാക്ക്, ആക്സിസ് ബാങ്ക്, ഭാരതി എയർടെൽ, ICICI, ഇൻഫോസിസ്, SBIN, അതുപോലെ HCL ടെക് ആ സ്റ്റോക്കുകളൊക്കെ ഡൗണിലാണ്. സൺഫാർമ ഇന്ന് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. സൺഫാർമ, അദാനി സ്റ്റോക്കുകൾ നോക്കിയപ്പോൾ അദാനിയിലൊരു മിക്സഡ് ട്രെൻഡാണ്. പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുമായിരുന്നു ഉച്ചയ്ക്ക്. അദാനി ഗ്രീനൊക്കെ പോസിറ്റീവാണ്. അദാനി എൻ്റർപ്രൈസസും പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ നമുക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റെയിൽവേയിലും നെഗറ്റിവിറ്റിയാണ് കാണുന്നത്. മിക്ക സ്റ്റോക്കുകളും ഡൗണിലാണ് നിൽക്കുന്നത്. സോളാർ സ്റ്റോക്കിൽ ടാറ്റ പവറും ഇന്നലെ പോസിറ്റീവിലേക്ക് വന്നിരുന്നു. അതുപോലെ KPI ഗ്രീനും പോസിറ്റീവായിരുന്നു, ഇന്ന് ഡൗണിലാണ്. ഇന്ന് ചാർട്ടൊക്കെ നോക്കുമ്പോൾ 25,221 എന്ന് പറയുന്ന ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ടായി. 25,133, അതുപോലെ 25,150 എന്ന് പറയുന്ന ഒരു സോണാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ സോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് 25,100 വന്നിരിക്കുകയാണ്. 25,100 എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് ലെവൽ തന്നെയാണ്. തീർച്ചയായിട്ടും US മാർക്കറ്റിലുണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ, US മാർക്കറ്റിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ US ഫെഡ് ചെയർമാൻ ജെറോം പവറിൻ്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, അതുപോലെ US പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ, ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും US മാർക്കറ്റിലുണ്ടാകുന്ന കാര്യങ്ങളും ഇന്ത്യൻ മാർക്കറ്റിലേക്കും തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ ക്വാർട്ടറിലെ റിസൾട്ടുകളുടെ ഒരു കാലഘട്ടമാണ്. ഈ റിസൾട്ട് വരുമ്പോൾ മാർക്കറ്റിനെ എങ്ങനെ പ്രതികൂലമായിട്ടാണോ അനുകൂലമായിട്ടാണോ ബാധിക്കുക നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഇന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നാളെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്യുക എന്ന് നോക്കുക. അതുപോലെ തന്നെ 25,600 എന്ന് പറയുന്ന ആ ലെവലിൽ നിന്നുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു അപ്പ് മൂവ്മെൻറ്റ് ബുള്ളിഷിലേക്ക് പോകണമെങ്കിൽ ആ റേഞ്ചിൻ്റെ അടുത്തെങ്കിലും മാർക്കറ്റ് വന്നു. 25,600 ബ്രേക്ക് ഓൾ ടൈം ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ കഴിഞ്ഞിട്ടില്ല. മാർക്കറ്റ് അവിടെ നിന്ന് താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. ദിനം IT സെക്ടർ ഇൻഡെക്സും ഡൗണിലേക്കാണ് വന്നിരിക്കുന്നത്. അത് ബാങ്ക് നിഫ്റ്റിയിലും വലിയ രീതിയിൽ 57,000 ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അനിശ്ചിതത്വം തന്നെയാണ് മാർക്കറ്റിലുള്ളത്. ഇതിനെയൊക്കെ റിക്കവർ ചെയ്ത് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്